ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശീനെ തല്ലിയതിന് എനിക്ക് വിഷമൊന്നുമില്ല കേട്ടോ. അല്ല പിന്നെ എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്ന ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ മുത്തശ്ശിക്ക് അധികാരമുള്ളതല്ലേ. അമ്മയോട് നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, സമ്മതിപ്പിക്കണം. തങ്കത്തിന്റെ അവസ്ഥ ഇതുവരെ നേരെയായിട്ടില്ല. നിനക്കാണെങ്കിൽ കൃത്യമായിട്ടൊരു ജോലിയുമില്ല. ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് ചെന്നാ അവിടെയുള്ള ആൾക്കാരെങ്ങനെയാ, ഒരമ്മയും മകളും തനിച്ചു ചെല്ലുമ്പോ പെരുമാറ്റം എങ്ങനെയായിരിക്കും? പേടിക്കാൻ ഒരുപാടുണ്ട്. പേടിക്കാൻ തീരുമാനിച്ച അതിനല്ലേ നേരണ്ടാവും. തൽക്കാലം നമുക്ക് നടക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. സിത്താര മാഡം എന്നോട് ഈ നാട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞു എന്ന് കേട്ടാ അമ്മ പ്രതിഷേധിക്കും. പറഞ്ഞു സമ്മതിപ്പിക്കേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്ത. ഞാൻ സിത്താര മാഡത്തിനോട് പോയെന്ന് സംസാരിച്ചു നോക്കട്ടെ. ആ ഒരു വാക്കിന് വെറുതെ കളയണ്ട. എന്റെ മുഖത്ത് നോക്കാതെയാണെങ്കിലും സിത്താര മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ആരോട് സഹതാപം കാണിക്കാൻ പറ്റില്ല. എന്റെ മോളുടെ കാര്യം തന്നെയാ എനിക്ക് പ്രധാനം. എല്ലാത്തിനൊടുവില് അങ്ങനെ തന്നെ സംഭവിക്ക. അവർക്ക് അവരുടെ മകളും അവരുടെ ജീവിതവും വലുത്. നമ്മള് പുറത്തിറങ്ങാതെ മാളങ്ങളില് ഒതുങ്ങി ജീവിക്കേണ്ടവരാ. അത് അങ്ങനെ അങ്ങ് പോട്ടെന്നേ. എന്നാ ഞാനിപ്പോ വരാം. അവൾക്ക് നല്ല വിഷമമുണ്ട്. ഉണ്ടാവും. സൗകര്യങ്ങൾ കുറവാണെങ്കിലും നമ്മുടെ വീട്ടിൽ അവളൊരു അഭയം കണ്ടെത്തിയതായിരുന്നു. അതല്ലേ ഇല്ലാണ്ടാവുന്നത്? പാവങ്ങളെ ഓടിച്ചോടിച്ച് ദൈവത്തിന് മതിയായിട്ടുണ്ടാവില്ല. അമ്മ ഇതാരെയാ നോക്കുന്നേ? അല്ലടി മോളെ, ഒരുത്തി ഇവിടുന്ന് പോയിട്ട് നേരം കുറെ ആയല്ലോ. ഷോ, ഈ സമയത്തിനുള്ളിൽ സിത്താര വരേണ്ടതാണല്ലോ, പക്ഷെ കാണുന്നില്ല. ആ, അവര് ചിലപ്പോ ഓഫീസിലെങ്ങാനും പോയതായിരിക്കും. അത് കഴിയുമ്പോ എഴുന്നള്ളും. സിത്താരയുടെ സ്വഭാവം വെച്ച് വരാതിരിക്കില്ല. മോൾക്ക് തല്ല് കിട്ടിയതല്ലേ, എന്തായാലും വരണം. വന്നിട്ട് സിത്താരയുടെ മുന്നിൽ ഇവിടെയുള്ള ഒരു നാടങ്ങി വിറച്ചു നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണണം എനിക്ക്. ഓ, എന്ത് രസമായിരിക്കും അല്ലേ. അമ്മേടെ അങ്ങോട്ട് നോക്കി. ഇതെന്താ ഇവള് തനിച്ച്? അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് ഇറക്കി വിട്ട് കാണും. നീ വാ. കഥ എന്താ അമ്മായിയും കീർത്തിയൊക്കെ പുറത്തു നിൽക്കുന്നേ? ഇതെന്താ അമ്മ, ഒരു പ്രശ്നമില്ലാതെ അവള് തിരിച്ചു വന്നിരിക്കുന്ന കണ്ടോ? നീ വാ. അമ്മേ, അമ്മേ, ഞാൻ മമ്മിയുടെ അടുത്തായിരുന്നു, പിന്നെ ഇങ്ങോട്ട് പോന്നു. മോളെങ്ങനെയാ വന്നേ? കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ കാറിനെ വന്നേ. ഗേറ്റിന് പുറത്തു വെച്ച് വണ്ടി വിട്ടു. മുത്തശ്ശീനെ തല്ലിയതിന് എനിക്ക് വിഷമൊന്നുമില്ല കേട്ടോ. അല്ല പിന്നെ എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്ന ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ മുത്തശ്ശിക്ക് അധികാരമുള്ളതല്ലേ. അമ്മേ, ഞാനെന്നാ മുറിയിലേക്ക് പൊയ്ക്കോട്ടെ. എന്തോ ഒരു ദൈവദോഷം. അതോ ഇനി ഒറ്റ മോളായിട്ട് ജനിച്ചു വളർന്നതിന്റെ ദുശാഠ്യമാണോ? അറിയില്ല.
രാത്രി പൂജയ്ക്ക് നിൽക്കുമ്പോ ഇതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയില്ല. അത് കഴിഞ്ഞു കാണുന്നത് വേറൊരു രൂപത്തിൽ. എന്തൊരു മാറ്റം അത്! നിസ്സാര മാറ്റമൊന്നും അല്ല സുമിത്രേ, ഇത് രണ്ടും രണ്ടാ. ഞാനും ഉദയേട്ടനും എത്ര തവണയായി പറയുന്നു, ഒരുത്തിയല്ല വേറൊരുത്തിന്ന്. നിങ്ങൾ കേട്ടോ? ഓ, പറയുന്നത് നമ്മളായതുകൊണ്ട് അതിനൊന്നും ഒരു വില ഉണ്ടാവില്ല അമ്മേ. ഒരു ദിവസം രണ്ടുപേരും കൂടി വന്ന് ഇവരുടെ മുന്നിൽ അങ്ങനെ നിൽക്കും. ഒന്ന് പോകുന്നുണ്ടോ നിർമ്മലേ? ഇത്രയും നേരം അമ്മയുടെ മോളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് ഗാഥമോള് തിരിച്ചു വരില്ലാന്ന് കരുതിയിട്ടായിരിക്കുമല്ലേ? അവള് വന്നു, നിങ്ങളുടെ സ്വഭാവവും മാറി. സുമിത്രേ, ഇപ്പൊ ഞങ്ങളെ പറയുന്ന വാക്കുകളൊക്കെ സുമിത്ര ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. ഒരിക്കലേ തിരിച്ചെടുക്കേണ്ടി വരും. അവളുടെ ഒരിക്കലും പിടുത്തം കിട്ടാത്ത ഒരു സ്വഭാവമുണ്ട്. അതവൾ ഒന്നായത് കൊണ്ടല്ല രണ്ടായത് കൊണ്ടാണെന്നുള്ളത് ഞങ്ങൾ തെളിയിക്കും. നീ വാടി മോളെ. അമ്മ എന്താ ഒന്നും പറയാതിരുന്നേ? ഇന്നലെ ഉറക്കളച്ചിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ചെറിയൊരു തലവേദന. ഗാഥമോളോട് വിഷമമൊന്നും കാണിക്കല്ലേ അമ്മേ? നല്ലത് ചെയ്യുന്ന ആരോടും ഞാൻ മുഷിയാറില്ല സുമിത്രേ. എന്താ ഈ കുട്ടിക്ക് പറ്റിയത്? കൃഷ്ണ, സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക. ഞാനും കണ്ടു സുനന്ദേ. അടുത്ത് ചെന്ന് നിന്നാലേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരയും. വയ്യ സുനന്ദേ. തങ്കേച്ചി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അറിയുമ്പോ എന്തായിരിക്കും? ആ, എനിക്കറിഞ്ഞൂടാ. ഇതെന്താ നീ കാണിക്കുന്നേ? ഇതൊക്കെ എന്തിനാ ബാഗിലാക്കുന്നേ? അതെ, നാളെ ഞാൻ അമ്മയും കൊണ്ട് ഒരു ടൂറ് പോവാ. കുറേ ദൂരത്തേക്ക്. കൊറേ ദൂരെയോ? ഞാൻ മുമ്പ് പറയാറുണ്ടായിരുന്ന ഒരാഗ്രഹമല്ലേ, അമ്മയുടെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാ ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണമെന്നൊക്കെ. അതിലൊരു യാത്രയാണെന്ന് കൂട്ടിക്കോ. നമുക്കൊരു ട്രിപ്പ് പോവാം. കാര്യം എന്താ? അത് വ്യക്തമായിട്ട് പറ. അല്ലാതെ ഇത് ടൂറ് പോകാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. വേറൊന്നുമല്ലമ്മേ, നമ്മൾ ഇവിടുന്ന് പോവാ. എത്ര കാലെന്ന് കരുതിയാ നമ്മളിവിടെ താമസിക്കുന്നേ? എവിടെങ്കിലും ഒന്ന് മാറി താമസിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നതല്ലേ? അത് പണ്ടെപ്പോഴും വെറുതെ പറഞ്ഞതല്ലേ. അതിന്റെ പേരില് ഇവിടുന്ന് പോകാനൊന്നും നിൽക്കണ്ട. എനിക്കിഷ്ടമല്ല ഇവിടുന്ന് എവിടെയും പോകുന്നത്. അമ്മേ, അമ്മ വെറുതെ വാശി പിടിക്കല്ലേ. നമുക്ക് പോയേ പറ്റൂ. പോയേ പറ്റൂന്ന് പറഞ്ഞ നീ ഇവിടുന്ന് പോയേ പറ്റൂന്ന് ആരോ പറഞ്ഞു.